പാണ്ടിത്താവളത്തിലേക്കാണ് പോകുന്നത്. അരുൺ പാറയ്ക്കലുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. അരുൺ, പറയൂ. ഉന്മേഷം, ഞാനിപ്പോൾ നിൽക്കുന്നത് പാണ്ടിത്താവളത്താണ്. ഭക്തി നിർഭരമായ അന്തരീക്ഷം. 3 ദിവസമായി ഈ പാണ്ടിത്താവളത്ത് 10 വ്യൂ പോയിന്റുകൾ, അതായത് സന്നിധാനത്തെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് ദർശിക്കാനെത്തിയ ഭക്തർക്ക് സൗകര്യങ്ങളുമായി 10 വ്യൂ പോയിന്റുകളാണ് ദേവസ്വം ബോർഡും പോലീസും ഏർപ്പെടുത്തിയിരുന്നത്. ഈ 10 വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പാണ്ടിത്താവളം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കഴിഞ്ഞ 3 ദിവസത്തിലധികമായി പർണശാലകളൊക്കെ കെട്ടിക്കൊണ്ട് വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ഇവിടെ ഇങ്ങനെ തമ്പടിക്കുന്ന ഒരു കാഴ്ച. അവർക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, തണുപ്പെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി, പൊന്നമ്പലമേറ്റിൽ മകരജ്യോതി തെളിയുന്നതിനുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടി, ഒന്ന് തൊഴുതു മടങ്ങുന്നതിന് വേണ്ടി അവരിങ്ങനെ 3 ദിവസമായി ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഈ 10 വ്യൂ പോയിന്റുകളിലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്ത് മാത്രം 2500 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു. ഇത് കൂടാതെ സന്നിധാനത്ത് 250 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, പാഞ്ചാലിമേട് പോലുള്ള സ്ഥലങ്ങൾ, നിലയ്ക്കൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 1000-ലധികം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കുടിവെള്ളവും ബിസ്ക്കറ്റ് വിതരണവുമായി 350 ജീവനക്കാരെ അധികമായി നിയോഗിച്ചിരിക്കുന്നു. വനംവകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഇത് കൂടാതെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷയിലാണ് ഈ ഓരോ വ്യൂ പോയിന്റുകളും എന്ന് വേണം പറയാൻ. ഇന്നും വൈകുന്നേരത്തെ ശരി അരുൺ, ഏതായാലും പാണ്ടിത്താവളത്തു നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ പാറയ്ക്കൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.